മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ ഒന്ന് ഈ ഇടവും മൂലവും മാറി 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 ഇങ്ങനെ നിൽക്കുക. കേരളത്തിൽ മാത്രമേ ഈ അവസ്ഥയുള്ളൂ. വാളയാറിയ കോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇവർ രണ്ടും ഒന്നാണ്. നമ്മൾ ഒരു കണക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ബുദ്ധിമുട്ടി ഒരു മണ്ടന്മാരാക്കുന്ന രീതിയിലാണ്. പല കാര്യങ്ങളെ സംബന്ധിച്ച് MLA സൂചിപ്പിക്കുകയും MLA വീട്ടിൽ കൂട്ടായിട്ട് നാട്ടുകാരെല്ലാം കൂടെ പോയി പറഞ്ഞിട്ടും അവർ സ്ഥലം തരാൻ തയ്യാറായിട്ട് പോലും ആ വിളവ് നോക്കാൻ ഒരു നിലപാട് സാധിക്കില്ല. അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ. ഒരു 10 പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു പദ്ധതി തുടങ്ങാൻ അദ്ദേഹത്തിന് കാണിച്ചു. കാര്യം ആളുകളെ കാണുമ്പോൾ ചിരിക്കും, കൈവൊക്കെ കാണിക്കും, മരിച്ചിടത്തും കല്യാണത്തിനൊക്കെ പോകുന്നുള്ളതല്ലാതെ ആരോടും പുറത്ത് ഒരു കട്ടൻ ട്രൈയായിട്ടൊരു അഭിപ്രായം പറയാൻ പോലും മുടി നിൽക്കാറില്ല. കടുത്തുരുത്തിയിൽ ജനപ്രതിനിധി 25 വർഷക്കാലമായി തുടരുന്ന ജനപ്രതിനിധി മാറും. കേരളത്തിൻ്റെ പൊതു വികസനത്തിനൊപ്പം പോകാൻ കടുത്തുരുത്തി മണ്ഡലത്തിന് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു കാര്യം വികസനത്തെ സംബന്ധിച്ചുള്ള വലിയ പ്രചരണത്തിൽ ഒതുങ്ങിയ വികസനം കടുത്തുരുത്തി മണ്ഡലത്തിൻ്റെ. ഇതര മണ്ഡലങ്ങളിൽ വന്ന വികസനം, അതായത് സംസ്ഥാനത്തുടനീളം വന്നതും ഇതര മണ്ഡലങ്ങളിൽ വന്ന വികസനവും കടുത്തുരുത്തിയിൽ ഉണ്ടായില്ലെന്നുള്ളത് പൊതുവിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സംവിധാനത്തിൽ ഒരു മാറ്റം വരണം. കടുത്തുരുത്തി നിയോജക മണ്ഡലം കടുത്ത മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് കടുത്തുരുത്തി നിയോജക മണ്ഡലം. കേരള കോൺഗ്രസ് തന്നെയാണ് ഇവിടെ പ്രധാന എതിരാളികളായി വരുന്നത്. UDFിൻ്റെ സാരഥി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ സാരഥി LDFിൻ്റെ നിർമ്മല ജിമ്മിയും, NDAയുടെ സാരഥി സുരേഷ് ഇട്ടിക്കുന്നതിലുമാണ് ഇവിടെ പ്രധാന എതിരാളികളായി വരുന്നത്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ ഇക്കുറി ആരാണ് ജയിക്കുന്നതെന്നാണ് നമ്മൾ നാട്ടുകാരോട് അഭിപ്രായം ചോദിക്കുന്നത്. കടുത്തുരുത്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ മുൻതൂക്കം മോൻസിനാണെന്നാണ് പൊതുവെ ഉള്ളൊരു അഭിപ്രായം. പിന്നെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ ഒന്ന് ഈ ഇടവും മൂലവും മാറി 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 ഇങ്ങനെ നിൽക്കുക. കേരളത്തിൽ മാത്രമേ ഈ അവസ്ഥയുള്ളൂ. വാളയാറിയ കോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇവർ രണ്ടും ഒന്നാണ്. നമ്മൾ ഒരു കണക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ബുദ്ധിമുട്ടി ഒരു മണ്ടന്മാരാക്കുന്ന രീതിയിലാണ്. മൂന്നാമതൊരു സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ അതാണ് നല്ലത്. ഒരു മാറ്റം വരണം. ചേട്ടാ, കടുത്തുരുത്തി നിയോജക മണ്ഡലം ഇത്തവണ ആർക്കൊപ്പം നിൽക്കുമെന്നാണ് ചേട്ടൻ തോന്നുന്നത്? UDF. ഉറപ്പാണ്. UDF. മോൻസാണ് ഇവിടുത്തെ നമ്മുടെ നല്ലൊരു നേതാവാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ പുതിയതായിട്ട് ഇതായിട്ട് വന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് താല്പര്യമുള്ള ആൾ ഇതാണ് മോൻസൻ പണ്ട് പോലെ ഞങ്ങളുടെ എൻ്റെ അയലോക്കമാണ്. എല്ലാ ഇതിലും നല്ല ഇതുള്ള ആളാണ്. ഈ പ്രാവശ്യം മാറി വിധിയെഴുതും. നിർമ്മല ജിമ്മിക്കാണ് ഒരു വിധിയെഴുത്ത് കാണുന്നത്. കുഴപ്പമില്ല, എല്ലാ രീതിയിലും ഭംഗിയായിട്ട് ഓരോ അദ്ദേഹത്തിനോട് വിരോധ കാര്യങ്ങളൊന്നുമില്ല. ഒരു മാറ്റം വേണം. 9 കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ ഇത് ആര് എങ്ങനെ. ആർക്കാണ് ചേട്ടൻ്റെ രീതിയിൽ സാധ്യത കാണുന്നത്? കാണുന്നത് രണ്ടും തുല്യപ്പെടുത്താം. ഉറപ്പാണ്. എന്താണ് ഇത്ര ഉറപ്പിച്ച് പറയാനുള്ളത്? UDFിൻ്റെ ഭൂരിപക്ഷമുള്ള സ്ഥലമല്ലേ ഇത്. അവർക്ക് അനുകൂലമായൊരു തരംഗം തന്നെയാണ്. ഇത് ഇലക്ഷൻസ് ഉണ്ടല്ലേ, ഈ പാട്ടും കൂത്തും ജനവികാരം പുള്ളിക്ക് അനുകൂലം. വിജയം UDFിനൊപ്പം തന്നെ. അതെ, ഞാൻ പ്രതീക്ഷിക്കുന്നത് മോൻ ജോസഫ് 20,000 വോട്ടിന് ജയിക്കും. ഞങ്ങളുടെ കുടുംബം പോലെയുള്ള വീടാണ് ഞങ്ങളുടെ. അതായത് ഞങ്ങൾക്ക് തന്നെ 60 വോട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ. ജയിച്ചിരിക്കും. ഇവിടെ മോൻസ് നല്ല ഭരണമാണോ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്? തീർച്ചയായിട്ടും മോൻസേക്കുന്ന സാധ്യത. എന്തുകൊണ്ടാണ് അത്? അത്രയ്ക്ക് നല്ല പ്രവർത്തനം, ഒരു കുഴപ്പമില്ല. എപ്പോൾ വേണം നമ്മൾ വീട്ടിൽ ചെല്ലാം, എല്ലാ കാര്യങ്ങൾക്കും സ്ട്രോങ്ങാണ്. ഒരു കുഴപ്പമില്ല. ഇത് കണ്ടില്ലേ, റോഡുകളൊക്കെ കണ്ടില്ലേ? 10 വർഷമായിട്ട് അവർ മാറ്റിവെച്ച സാധനങ്ങൾ വരെ പുള്ളിയല്ലേ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്താണ്. എൻ്റെ പേര് പുള്ളി, എൻ്റെ പേര് അവർക്ക്. ഒരു കുഴപ്പമില്ല. മോൻസ് വൻ പരിപാടി ചെയ്യും. കടുത്തയെ സംബന്ധിച്ച് മോൻസിനെതിരില്ലെന്നുള്ളതാണ്. കാരണം മോൻസ് അല്ലാതെ ഇവിടെ ജയിക്കാൻ ആളില്ല. ഇപ്പം നിർമ്മല എന്ന് പറഞ്ഞൊരു വ്യക്തി നിൽപ്പുണ്ട്, NDAയുടെ നിൽപ്പുണ്ട്, ബാക്കിയുള്ളതൊക്കെ പോട്ടെ. പക്ഷേ എന്നാലും മോൻസ് കഴിഞ്ഞ പ്രാവശ്യം 4256 വോട്ടിനാണ് ജയിച്ചത്. ഇപ്രാവശ്യം ഒരു 20,000 വോട്ടെങ്കിലും മോൻസ് ഇവിടെ ജയിച്ചിരുന്നു. ഉറപ്പായ കാര്യമാണ്. ഇത്തവണ ആര് ജയിക്കുമെന്നാണ് ചേട്ടൻ പ്രതീക്ഷിക്കുന്നത്? നിർമ്മല ജിമ്മി ജയിക്കും. ഇടതുപക്ഷത്തിൻ്റെ മോൻസ് ചെയ്തേക്കുന്ന പ്രവർത്തനങ്ങൾ കുറവാണെന്നാണ്. മോൻസ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ആളുകൾ പല പദ്ധതികളെ സംബന്ധിച്ച് ഇവിടെ നമുക്ക് കേന്ദ്രീയ വിദ്യാലയം വന്നു. അതിന് സ്ഥലം എടുത്ത് കൊടുക്കണമെന്നുള്ള ആവശ്യങ്ങൾ, മറ്റു കാര്യങ്ങളെല്ലാം അനുബന്ധ സഹായങ്ങളെല്ലാം പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് MLA ആണ്. MLA അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ സ്ഥാപനം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഇവിടുത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കുന്നതിനൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുകയാണ്. അതുപോലെ ഒട്ടനവധി പദ്ധതികൾ നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ഒത്തിരി പദ്ധതികളെല്ലാം കെട്ടിക്കിടക്കുകയാണ്. റോഡുകൾ കീഴൂർ തൊട്ട് അറുന്നൂറ്റമംഗലം വരെയുള്ള റോഡ്, അറുന്നൂറ്റമംഗലം എന്നുള്ള ഞീഴൂർ വരെയുള്ള റോഡ് തകർന്നു കിടന്ന് 20 വർഷമായി. ഒരു ചില്ലിക്കാശ് പോലും അവിടെ മുടക്കിയിട്ടില്ല. ആ നിലയ്ക്കാണ്. അതുപോലെ പൂവക്കോട് പാലം, ഒരാൾക്ക് ഒരു വണ്ടി വന്നാൽ മറ്റൊരു വണ്ടിക്ക് കടന്നു പോകാൻ ഒരാൾ പോലും നടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. ആ പാലം നിർമ്മിക്കുന്നത് സംബന്ധിച്ച് ഒട്ടനവധി അപരാധികളും അപേക്ഷകളും കൊടുത്തിട്ട് ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതുപോലെ പിറവൻ റോഡിൻ്റെ
പിന്നെ മങ്ങാട്ടുകാവ് ക്ഷേത്രം കഴിഞ്ഞ് അവിടെ ഒരു കപ്പോളപ്പള്ളിയുണ്ട്, അവിടെ ഒരു വളവുണ്ട്. ആ വളവിൽ എപ്പോഴും രണ്ട് വളവുണ്ട്, അവിടെ എപ്പോഴും അപകടം. ഇത് സംബന്ധിച്ച് പല കാര്യങ്ങളെ സംബന്ധിച്ച് ഈ MLA സൂചിപ്പിക്കുകയും MLA വീട്ടിൽ കൂട്ടായിട്ട് നാട്ടുകാരെല്ലാം കൂടെ പോയി പറഞ്ഞിട്ടും അവർ സ്ഥലം തരാൻ തയ്യാറായിട്ട് പോലും ആ വിളവ് നോക്കാൻ ഒരു നിലപാടും ശ്രമിക്കില്ല. അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ ഈ പദ്ധതികളൊന്നും നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് MLA ഷോ കാണിച്ച് നടക്കുന്നില്ല, ചെയ്യുന്നില്ല. അങ്ങനെ ഒട്ടനവധി പദ്ധതികളെ സംബന്ധിച്ചുണ്ട്. അതുപോലെയാണ് ഞങ്ങൾ മങ്ങാട്ട് നിരപ്പ് 3-ാം വാർഡിലെ മങ്ങാട്ട് നിരപ്പിൽ 3 നില കെട്ടിടം വിവിധ പദ്ധതികൾ ഉദ്ദേശിച്ചുകൊണ്ട് നടപ്പിലാക്കിയതാണ്. അവിടെ ഒരു ഹോമിയോ ആശുപത്രി തുടങ്ങിയിട്ടുള്ള നമ്മുടെ അക്ഷയ് സെൻറ്റർ, അങ്ങനെ പിന്നെ അവിടെ ഒട്ടനവധി പദ്ധതികളും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി 3 നില കെട്ടിടം പണിതിട്ട് അവിടെ ചപ്പും ചവറും വാരിയിട്ട് അവിടെ വേസ്റ്റ് തള്ളിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ്. പട്ടിയും പൂച്ചയും കയറി നടക്കുക. ഭരണമാറ്റം വരണം. ഇവിടെ ഒരു ഭരണമാറ്റം വരണം. 25 വർഷമായി ബൈപ്പാസ് കൊണ്ടുവന്നിട്ട് ഒരു പണി ഇപ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ പണി പൂർത്തീകരിക്കാനുണ്ട്. ഇപ്പോൾ ഓടി ചെന്ന് ടയർ ചെയ്തിട്ട് പുള്ളി ഉദ്ഘാടനം നടത്തുക. അവിടെ വണ്ടിയൊന്നും ഓടാൻ പറ്റത്തില്ല, ഭയങ്കര പിന്നെ സൈഡൊന്നും നന്നാക്കിയിട്ടില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഉദ്ഘാടനം നടത്തുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് പുള്ളി പോകുന്നതല്ലാതെ പുള്ളി കൃത്യമായിട്ട് മരിച്ചോടത്തും അതുപോലെ തന്നെ 28 കെട്ടിടം അതുപോലുള്ള കാര്യങ്ങളെല്ലാം പുള്ളി കൃത്യമായിട്ടുണ്ട്. പക്ഷേ ജനങ്ങളുടെ ആവശ്യപരമായിട്ടുള്ള നിത്യോപകരമായ വിഷയങ്ങൾ, അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ, അതുപോലെ പശ്ചാത്തല സൗകര്യ മേഖല ഒരുക്കേണ്ട ഒട്ടനവധി MLA നേരിട്ട് നടക്കുന്ന ഒട്ടനവധി പദ്ധതികൾ, ഈ പദ്ധതികൾക്കൊന്നും കാര്യക്ഷമമായ ഒരു പരിപാടി. ഇവിടെ ഒരു കോടതി കിട്ടിയതാണ്, ഒരു മുനിസിപ്പൽ കോടതി ഈ ബ്ലോക്കിൻ്റെ ജംഗ്ഷനിൽ അവിടെ. അത് അനുവദിച്ചിട്ട് അതിന് സ്ഥലം എടുത്ത് കൊടുക്കും, അതിൻ്റെ വേണ്ടത്ര നിലപാട് സ്വീകരിച്ചില്ല. അപ്പോൾ അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ വരികയും ഇവിടെ ആളുകൾ കൂടും. ഇവിടെ 7 മണി കഴിഞ്ഞാൽ ടൗണിൽ ആളില്ല, കാരണം വന്നിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം നടപ്പിലാക്കിയിട്ടില്ല. ആ സ്ഥാപനങ്ങളൊക്കെ വരുമായിരുന്നെങ്കിൽ ഒട്ടനവധി ഉദ്യോഗസ്ഥന്മാർ കേന്ദ്രീകരിക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഒട്ടനവധി മറ്റ് അനുബന്ധ മേഖലയിലായി ബന്ധപ്പെട്ട് ഇവിടെ കടുത്തുരുത്തിയിൽ ഒത്തിരി ആളുകൾ വന്ന് സംഘടിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഈ സ്ഥാപനങ്ങൾ വരാത്തതുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്രീയ വിദ്യാലയം മാറിപ്പോയതുകൊണ്ടും ഒട്ടനവധി വികസന മുരടിപ്പാണ് ഈ നമ്മുടെ ഈ കടുത്തുരുത്തി മണ്ഡലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കടുത്തുരുത്തിയിൽ ആര് ജയിക്കുമെന്നുള്ള, കടുത്തുരുത്തിയിൽ നിർമ്മലാദിബ്യ ജയിക്കണം. എന്നാലേ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് നഷ്ടപ്പെട്ട വികസന കാര്യങ്ങൾ വീണ്ടെടുക്കാൻ പറ്റുള്ളൂ. കാരണം ആദ്യകാലത്തൊക്കെ MLA ആയ സ്ഥിതിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അത് നിഷേധിക്കാൻ പറ്റുകയില്ല. പക്ഷേ ഇപ്പം കുറേ കാലങ്ങളായി അന്നത്തെ ആ വികസന വീരൻ എന്നുള്ള ഒരു ബോർഡും ആ പേരിലും നടക്കുന്നതല്ലാണ്ട് കടുത്തുരുത്തിക്കൊരു വികസനത്തിന് വേണ്ടി ഒരു പരിപാടിയും നടക്കുന്നില്ല. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് കടുത്തുരുത്തിയിലെ ജനങ്ങൾ ആലോചിക്കുന്നു, ഒരു കടുത്തുരുത്തിയിലെ ഭരണമാറ്റം എന്നുള്ളതല്ല, കടുത്തുരുത്തിയിലെ സാമാജികൻ മാറണം, അതാണ് പ്രധാനം. LDF സർക്കാർ ഒത്തിരി കാര്യങ്ങൾ, അതൊക്കെ ഒന്നും പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ, ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നേടിയെടുത്ത് കടുത്തുരുത്തിക്ക് കൂടി അത് വരണമെങ്കിൽ അത് നേടിയെടുക്കുവാനുള്ള കഴിവ് സാമർഥ്യമുള്ള ഒരു MLA കടുത്തുരുത്തിക്കുണ്ടാകണം. അതാണ് ആവശ്യം. കടുത്തുരുത്തിയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കടുത്തുരുത്തിക്ക് നിർമ്മലാദിബ്യ ജയിച്ചു വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ചേട്ടാ, എങ്ങനെയാണ് ഇവിടുത്തെ വിജയപ്രതീക്ഷയൊക്കെ എങ്ങനെയാണ്? ഇവിടെ വിജയിക്കുന്നത് 10-15 ഇപ്പോൾ 25 വർഷമായിട്ട് നമ്മുടെ മോൻസ് സാറാണ് ഇവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റം ഈ കടുത്തുരുത്തിക്ക് വന്നിട്ടില്ല. കാരണം നമുക്ക് ഒരു 15 വർഷമായിട്ട് ഇവിടെ ഒരു തരത്തിലുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളും വന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ മുനിസിപ്പൽ, നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ മുനിസിപ്പൽ കോടതി വന്നിരുന്നു. അതുപോലെ തന്നെ ഇവിടെ 26 വർഷമായി നമ്മുടെ ഈ ബൈപ്പാസിൻ്റെ വർക്ക് ഇറങ്ങിയിട്ട് ഇതുവരെ പൂർത്തീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ രണ്ട് സ്റ്റാർട്ടിങ്ങിലും അപകടകരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാരണം വെച്ചാൽ രണ്ടും ഉപയോഗയോഗ്യമായ രീതിയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്നും വരുന്ന വണ്ടികൾ ചീറിപ്പാഞ്ഞ് വരുന്ന സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. അതുകൊണ്ട് നമുക്ക് അത് ഒന്നില്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട രീതിയിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തണം വണ്ടികൾക്ക്. അതായത് സിഗ്നലോ അല്ലെങ്കിൽ അവിടെയുള്ള ലൈൻ ഒക്കെ ഇട്ട് നമുക്ക് അതിനുള്ള സജ്ജീകരണം ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഭരണമാറ്റം എപ്പോഴും കാലാനുകൃതവും ക്രമാനുകൃതവുമായ മാറ്റങ്ങൾ നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. അതാണ് അപ്പോൾ നമ്മുടെ നിർമ്മല MLA ഇപ്രാവശ്യം ജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. നിർമ്മല ജയിക്കുന്ന സത്യം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം 25 വർഷം MLA ആയിട്ടിരുന്ന ഒരാളാണ് വീണ്ടും മത്സരിക്കുന്നത്. അതായത് 25 വർഷക്കാലം ഇവിടെ MLA ആയിട്ടിരുന്നിട്ട് ഒരു 10 പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു പദ്ധതി തുടങ്ങാൻ അദ്ദേഹത്തിന് കാണിച്ചു.
കാര്യം ആളുകളെ കാണുമ്പോൾ ചിരിക്കും, കൈവൊക്കെ കാണിക്കും, മരിച്ചിടത്തും കല്യാണത്തിനൊക്കെ പോകുന്നുള്ളതല്ലാതെ ആരോടും പുറത്ത് ഒരു കട്ടൻ ട്രൈയായിട്ട് ഒരു അഭിപ്രായം പറയാൻ പോലും പുള്ളി നിൽക്കാറില്ല, ആരെയും വെറുപ്പിക്കാതെ. അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ജനം അത് തിരിച്ചറിഞ്ഞു. ജനത്തിന് അവൻ്റെ രാജ്യത്തെ നാടിൻ്റെ പുരോഗതിയാണ് ആവശ്യം. അതിനു വേണ്ടി ഇനിഷ്യേറ്റീവായിട്ടുള്ള കാര്യം ചെയ്യണം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഇലക്ഷൻ്റെ അവസാന സമയങ്ങളിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിർമ്മല ജിമ്മി ജയിക്കുമെന്നുള്ളൊരു ട്രെൻഡ് ഇവിടെ ആയിക്കഴിഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചെന്നാൽ 25 വർഷം തുടർച്ചയായി ഇവിടെ MLA സ്ഥാനം വഹിക്കുന്ന മോൻസ് ജോസഫിൻ്റെ പ്രവർത്തന പരാജയമാണ്. ഈ മണ്ഡലത്തിൽ അതിൻ്റെ നിലവിൽ 10 വർഷമായിട്ട് ഇവിടെ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആ സൗകര്യങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് വേണ്ട രീതിയിൽ ഈ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിന് നിലവിലുള്ള MLA ആയിട്ടുള്ള മോൻസ് ജോസഫ് പരാജയപ്പെട്ടു എന്നുള്ളൊരു വികാരം ഈ മണ്ഡലത്തിൽ ആകെപ്പാടെ വന്നിട്ടുണ്ട്. അതിലൂടെ നിർമ്മല ജിമ്മി ജയിക്കുമെന്നുള്ളതാണ് നമ്മുടെ വ്യക്തമായ വിശ്വാസം. UDF സ്ഥാനാർത്ഥി മോൻസ് ജോസഫ് തന്നെ ജയിക്കുമെന്നാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് മുമ്പ് ഞങ്ങളെല്ലാവരും സംസാരിച്ചപ്പോൾ ഇവിടെ വികസനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നാണ് മിക്കവരും പറയുന്നത് അദ്ദേഹം. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അതിനകത്ത് പുള്ളിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പുള്ളി ചെയ്തിട്ടുണ്ട്. ഫണ്ടിങ്ങിൻ്റെ വിഷയമുണ്ട്. പുള്ളി ഇപ്പോൾ പ്രതിപക്ഷ MLA ആയിരുന്നല്ലോ. അതിൻ്റെ ഫണ്ടിങ്ങിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അത് കാരണം അതിൻ്റേതായ കുറവുണ്ടാവും വികസനത്തിന്. എന്നാലും അദ്ദേഹം ജയിക്കുന്ന തന്നെയാണ്. നിർമ്മല ജിമ്മി ജയിക്കുന്നതാണ്. ഒരു ഭരണമാറ്റം വരുമെന്നാണ് പ്രതീക്ഷ. ഭരണമാറ്റം എന്നല്ല, MLA മാറും, ഭരണം മാറിയില്ല. MLA ഇവിടെ മാറും, പക്ഷേ കേരളത്തിലെ ഭരണം മാറിയില്ല. LDF തന്നെ പറ്റും. LDF നിർമ്മല ജിമ്മി ജയിക്കും. LDF ഭരണം തുടരും. മോൻസ് ജോസഫ് 80,000 വോട്ടിന്റെ ഭൂരിപക്ഷം ജയിക്കും. പിന്നെ എങ്ങനെയാണ് കടുത്തുരുത്തിയിലെ വിജയപ്രതീക്ഷ എങ്ങനെയാണ്? 100% വിജയപ്രതീക്ഷയാണല്ലോ ഉള്ളത്. നിലവിലുള്ള സാഹചര്യത്തിൽ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി 2 തരത്തിലാണ് കാണുക. ഒന്ന്, സംസ്ഥാന തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ 10 വർഷക്കാലമായി നടന്നു വന്ന വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ലൈഫ് ഭവന പദ്ധതി പോലുള്ള പദ്ധതികൾ, പശ്ചാത്തല സൗകര്യത്തിൽ വന്നിട്ടുള്ള വലിയ കുതിപ്പ്, പുതിയ തലമുറയെ മുന്നിൽ കണ്ട് കൂടുതൽ തൊഴിൽ സാധ്യതകളുള്ള പദ്ധതികൾ നടപ്പാക്കിയതിൻ്റെ ഫലമായി വന്ന മാറ്റം, ഇതെല്ലാം പൊതുവിൽ സംസ്ഥാന തലത്തിൽ വന്ന വികസന കുതിപ്പ് കടുത്തുരുത്തി മണ്ഡലത്തിലെ ജനങ്ങൾ പൊതുവിൽ അംഗീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്, കേരളത്തിൻ്റെ പൊതു വികസനത്തിനൊപ്പം പോകാൻ കടുത്തുരുത്തി മണ്ഡലത്തിന് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു കാര്യം, വികസനത്തെ സംബന്ധിച്ചുള്ള വലിയ പ്രചരണത്തിൽ ഒതുങ്ങിയ വികസനം കടുത്തുരുത്തി മണ്ഡലത്തിൻ്റെ. ഇതര മണ്ഡലങ്ങളിൽ വന്ന വികസനം, അതായത് സംസ്ഥാനത്തുടനീളം വന്നതും ഇതര മണ്ഡലങ്ങളിൽ വന്ന വികസനവും കടുത്തുരുത്തിയിൽ ഉണ്ടായില്ലെന്നുള്ളത് പൊതുവിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സംവിധാനത്തിൽ ഒരു മാറ്റം വരണം. പ്രത്യേകിച്ച് അതിന് അനുയോജ്യമായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷത്ത് വന്നിട്ടുള്ളത്. പല ഘട്ടങ്ങളിലായി ജനപ്രതിനിധിയായി വരികയും 2.5 വർഷക്കാലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുകയും ചെയ്യുക ശ്രീമതി നിർമ്മല ജിമ്മി ശ്രദ്ധേയമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശാക്തീകരണത്തിൽ ഇപ്പോൾ കുറവലങ്ങാട് ആരംഭിച്ച KM മാണി സ്മാരക തണൽ വിശ്രമ കേന്ദ്രം, അത് കേരളത്തിൽ മറ്റിതര ജില്ലയ്ക്ക് തന്നെ മാതൃകയാകുന്ന വിധത്തിലാണിത്. ഏതാണ്ട് 50ഓളം സ്ത്രീകൾക്ക് സ്ഥിരമായി തൊഴിൽ പ്രദാനം ചെയ്യാൻ കഴിയുന്ന, എന്നാൽ ധാരാളം ആളുകൾക്ക് അവിടെ ഉപയോഗപ്രദമാകുന്ന വിധത്തിലാണ് ആ സംവിധാനം അവിടെ വന്നത്. എന്നതുപോലെ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചതാണ് നിർമ്മല ജിമ്മി. സ്വാഭാവികമായിട്ടും ഒരു വികസനത്തിൻ്റെ പെൺകരുത്ത് എന്ന നിലയിൽ പൊതുവിൽ അവർക്കൊരു സ്വീകാര്യത കൈവന്നിട്ടുണ്ട്. അത് ഇത്തവണ ഇടതുപക്ഷം മുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് അടിസ്ഥാനമായി തീരും എന്നാണ് കരുതുന്നത്. അപ്പോൾ കടുത്തുരുത്തിയിൽ ഈ പ്രാവശ്യം ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്? കടുത്തുരുത്തിയിൽ ഭരണമാറ്റം എന്നുള്ളതല്ല, കടുത്തുരുത്തിയിൽ ജനപ്രതിനിധി 25 വർഷക്കാലമായി തുടരുന്ന ജനപ്രതിനിധി മാറും. നിർമ്മല ജിമ്മി ഇവിടെ ഒരു വരുത്തപ്പെട്ട സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എതിർ സ്ഥാനാർത്ഥി ഉൾപ്പെടെ പ്രചരണം നടത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിർമ്മല ജിമ്മി ജനിച്ചതും വളർന്നതും കടുത്തുരുത്തിയില്ല. അവരുടെ അമ്മ വീട് ഈ ആയാങ്കുടിക്ക് തൊട്ടിപ്പുറയുള്ള പ്രദേശത്താണ്. അപ്പോൾ പഠനകാലം, ബാല്യകാലവും ഇവിടെയാണ് ചെലവഴിച്ചത്. പിന്നീട് കർമ്മം കൊണ്ടും അവർ
കുറവലങ്ങാട് ഡിവിഷനിൽ മത്സരിച്ചാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പറാകുകയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാകുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വരുത്തപ്പെട്ട സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഉള്ള പ്രചരണത്തിന് ഒരു അടിസ്ഥാനവുമില്ല. അപ്പോൾ അത് ജനങ്ങൾ അംഗീകരിക്കുന്ന കാര്യമല്ല. കടുത്തുരുത്തിക്കാരി തന്നെയാണ്.